നമസ്കാരം. നിങ്ങളിപ്പോൾ ഒരുപക്ഷെ ട്രാഫിക്കിൽ കുടുങ്ങിക്കിടക്കുകയോ അതല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് കാപ്പി കുടിക്കുകയോ ആവാം. അതെ. അല്ലെങ്കിൽ ജോലി തിരക്കുകൾക്കിടയിൽ ഒരു ചെറിയ ഇടവേള എടുക്കുന്ന സമയമാകാം. ശരിയാണ്. എന്തായാലും ഇന്നത്തെ നമ്മുടെ ഈ ചർച്ച നിങ്ങളുടെ ചിന്തകളെ ശരിക്കും ഉണർത്താൻ പോകുന്ന ഒന്നാണ്. കാരണം നമ്മളെപ്പോഴും വിചാരിക്കാറുണ്ട്, വളരെ വലിയ അതിശക്തമായ സംവിധാനങ്ങളൊന്നും പെട്ടെന്നങ്ങനെ തകർന്നു വീഴില്ല എന്ന്. അതൊരു വലിയ ബിസിനസ് സാമ്രാജ്യമായാലും ശരി, രാജ്യമായാലും ശരി. കൃത്യം. പക്ഷെ ചരിത്രം പറയുന്നത് മറ്റൊന്നാണ്. ലോകത്തെ തന്നെ വിറപ്പിച്ച ഒരു വമ്പൻ സാമ്രാജ്യം ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിഞ്ഞതിന്റെ കഥയാണ് നമ്മളിന്ന് ഈ ആഴത്തിലുള്ള ചർച്ചയിലൂടെ പരിശോധിക്കുന്നത്. 1707 ഔറംഗസേബിന്റെ മരണശേഷം അതിശക്തമായിരുന്ന മുഗൾ സാമ്രാജ്യത്തിന് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്നല്ലേ? അതെ അതെ. ഒരു കാലത്ത് ഇന്ത്യ മുഴുവൻ അടക്കി ഭരിച്ചവർ പിന്നീട് എങ്ങനെയാണ് വെറും നോക്കുകുത്തികളായി ഒടുവിൽ വിദേശികളുടെ കയ്യിൽ നിന്നും പെൻഷൻ വാങ്ങുന്ന അവസ്ഥയിലേക്ക് എത്തിയതെന്ന് നമ്മളിന്ന് കൃത്യമായി മനസ്സിലാക്കാൻ പോവുകയാണ്. ആ ഒരു മാറ്റം ശരിക്കും നമ്മെ അത്ഭുതപ്പെടുത്തുന്നതാണ്. കാരണം ഔറംഗസേബിന്റെ കാലം വരെ അതിശക്തമായ ഒരു കേന്ദ്രീകൃത ഭരണമായിരുന്നു മുഗളരുടേത്. രാജാവ് പറയുന്നതായിരുന്നു അവസാന വാക്ക്. എന്നാൽ 1707 അദ്ദേഹം മരിക്കുന്നതോടെ കാര്യങ്ങൾ കൈവിട്ടുപോയി. പ്രധാനമായും ഇതിന് കാരണമായത് 3 കാര്യങ്ങളാണ്. 1. സിംഹാസനത്തിലെത്തിയ ദുർബലരായ രാജാക്കന്മാർ. ശരി. 2. അധികാരത്തിനു വേണ്ടി കുടുംബത്തിൽ തന്നെ നടന്ന ചോര ചൊരിയുന്ന യുദ്ധങ്ങൾ. പിന്നെ 3ാമത്തെ കാര്യം, ഈ ദൗർബല്യം മുതലെടുത്ത് കൊട്ടാരത്തിൽ അധികാരം പിടിച്ചെടുത്ത കരുത്തരായ പ്രഭുക്കന്മാർ അഥവാ നോബിൾസ്. അതായത് ഒരു വലിയ മരം വേരിൽ നിന്നു ഉണങ്ങിത്തുടങ്ങുന്ന അവസ്ഥ. ശരി, നമുക്കിതൊന്ന് വിശദമായി തന്നെ പരിശോധിക്കാം. കാരണം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ സംഭവിച്ചതല്ലല്ലോ ഇത്. തീർച്ചയായും അല്ലേ. ഔറംഗസേബ് മരിക്കുന്ന 1707 മുതൽ തന്നെ സാമ്രാജ്യത്തിൽ ഈ ആദ്യകാല വിള്ളലുകൾ തുടങ്ങുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മൂത്ത മകനായ പ്രിൻസ് മുഅസ്സം അധികാരത്തിൽ വരുന്നത് തന്നെ വലിയൊരു രക്തച്ചൊറിച്ചിലിലൂടെയാണ്. സ്വന്തം സഹോദരന്മാരെ കൊന്നിട്ടാണ് അദ്ദേഹം രാജാവായതെന്ന് കേട്ടിട്ടുണ്ട്. അതെ, അതൊരു ഭ്രാന്തൻ അവസ്ഥയായിരുന്നു. സ്വന്തം മക്കൾ തമ്മിൽ അധികാരത്തിനു വേണ്ടി വലിയൊരു യുദ്ധം നടന്നു. പ്രിൻസ് മുഅസ്സം തന്റെ സഹോദരന്മാരായ മുഹമ്മദ് അസം പിന്നെ കാംബക്ഷ് എന്നിവർക്കെതിരെ 2 വർഷത്തോളമാണ് യുദ്ധം ചെയ്തത്. 2 വർഷം? ഒടുവിൽ 2 പേരെയും കൊലപ്പെടുത്തിയാണ് അദ്ദേഹം സിംഹാസനത്തിൽ കയറുന്നത്. അന്ന് അദ്ദേഹം സ്വീകരിച്ച പേരാണ് ബഹദൂർ ഷാ ഒന്നാമൻ. ഈ ബഹദൂർ ഷാ ഒന്നാമനെ അക്കാലത്തെ പ്രശസ്ത ചരിത്രകാരനായ ഖാഫി ഖാൻ വിളിച്ചിരുന്നൊരു പേരുണ്ടല്ലോ. എന്തായിരുന്നു അത്? ഷാ-ഇ ബേഖബർ. അതെ, ഷാ-ഇ ബേഖബർ. അതായത് യാതൊരു വിവരവുമില്ലാത്ത രാജാവ്. സ്വന്തം സാമ്രാജ്യത്തിലെ ചരിത്രകാരൻ തന്നെ രാജാവിനെ അങ്ങനെ വിളിക്കണമെങ്കിൽ അവസ്ഥ എന്തായിരിക്കും? ശരിക്കും പറഞ്ഞാല് ഭരണകാര്യങ്ങളിൽ അദ്ദേഹത്തിന് വലിയ താൽപ്പര്യമൊന്നുമുണ്ടായിരുന്നില്ല. എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ അദ്ദേഹം ശ്രമിച്ചു. അതായത് കുറച്ചൊക്കെ മയത്തുള്ള നയങ്ങൾ സ്വീകരിച്ചു അല്ലേ? അതെ. വർഷങ്ങളായി മുഗൾ തടവിലായിരുന്ന മറാഠ രാജകുമാരൻ ഷാഹുവിനെ അദ്ദേഹം ജയിലിൽ നിന്ന് മോചിപ്പിച്ചു. അതുപോലെ രജപുത്രരോടും ജാട്ടുകളോടും സൗഹൃദ നയം സ്വീകരിച്ചു. പക്ഷേ സിഖ് നേതാവ് ബന്ദാ ബഹദൂറിനെതിരെ അദ്ദേഹം കടുത്ത സൈനിക നടപടിയാണ് സ്വീകരിച്ചതെന്ന് പറയപ്പെടുന്നു. ശരിയാണ്. ഇതൊക്കെ ചെയ്തിട്ടും എന്തായി ഫലം? 1712 വെറും 3 വർഷത്തെ ഭരണത്തിനു ശേഷം അദ്ദേഹം മരിക്കുമ്പോൾ സാമ്രാജ്യത്തിന്റെ സാമ്പത്തിക നില കൂടുതൽ മോശമാവുകയാണുണ്ടായത്. അവിടെ നിന്നാണ് ശരിക്കും പാവഭരണാധികാരികളുടെ യുഗം തുടങ്ങുന്നത്. ബഹദൂർ ഷാ ഒന്നാമന് ശേഷം വരുന്നത് ജഹന്തർ ഷായാണല്ലോ. അദ്ദേഹം വെറും 1 വർഷം പോലുമല്ലേ ഭരിച്ചത്? കൃത്യമായി പറഞ്ഞാല് 1712 മുതൽ 1713 വരെ സുൽഫിക്കാർ ഖാൻ എന്ന പ്രധാനമന്ത്രിയുടെ ഔദാര്യത്തിലാണ് ജഹന്തർ ഷാ അധികാരത്തിൽ വരുന്നത്. യഥാർത്ഥ ഭരണം ആ പ്രധാനമന്ത്രിയുടെ കയ്യിലായിരുന്നു അല്ലേ? അതെ. സാമ്രാജ്യം അപ്പോഴേക്കും സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു. അത് മറികടക്കാൻ അവർ ഇസാര അഥവാ റവന്യൂ ഫാമിംഗ് എന്നൊരു പുതിയ സമ്പ്രദായം കൊണ്ടുവന്നു. ഒന്നു നിൽക്കൂ, ഈ ഇസാര സമ്പ്രദായം എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? കേൾക്കുന്നവർക്കതൊന്ന് ലളിതമായി മനസ്സിലാക്കി കൊടുക്കാമോ? തീർച്ചയായും. ഇന്നത്തെ കാലത്ത് ഗവൺമെന്റ് ടാക്സ് പിരിക്കാനുള്ള അവകാശം സ്വകാര്യ വ്യക്തികൾക്ക് ലേലം ചെയ്തു കൊടുക്കുന്നതൊന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. ഏറ്റവും കൂടുതൽ പണം മുൻകൂറായി നൽകുന്നവർക്ക് നികുതി പിരിക്കാം. ഇതാണ് ഇസാര. അതായത് സ്വന്തം ജനങ്ങളെ ചൂഷണം ചെയ്യാൻ ഇടനിലക്കാർക്ക് ലൈസൻസ് കൊടുക്കുന്ന ഏർപ്പാട്. ഒപ്പം അദ്ദേഹം ജസിയ നികുതി എടുത്തുകളയുകയും ചെയ്തു. അതെ. ഏതായാലും ഈ ജഹന്തർ ഷായുടെ ഭരണം വളരെ വേഗം അവസാനിച്ചു. അതിനുശേഷം
1713 അധികാരത്തിൽ വരുന്ന ഫറൂഖ് സിയാറിന്റെ കാലത്താണ് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകുന്നത്. സയ്യദ് സഹോദരന്മാരുടെ സഹായത്തോടെയല്ലേ ഫറൂഖ് സിയാർ അധികാരത്തിൽ വരുന്നത്? അബ്ദുല്ല ഖാനും ഹുസൈൻ അലിയും, ചരിത്രത്തിൽ തന്നെ കിങ് മേക്കർമാരെന്ന് അറിയപ്പെടുന്നവർ. അവർ തന്നെ. ഫറൂഖ് സിയാർ പൊതുവെ മതസഹിഷ്ണുത പുലർത്തിയ ആളായിരുന്നു. ജസിയയും തീർത്ഥാടന നികുതിയും ഒക്കെ റദ്ദാക്കി. അല്ല, അവിടെയാണ് കാര്യങ്ങൾ ശരിക്കും രസകരമാകുന്നത്. 1717 അദ്ദേഹം എടുത്ത ആ വലിയ തീരുമാനം, ഭാവിയിലെ ബ്രിട്ടീഷ് ആധിപത്യത്തിന് വഴിയൊരുക്കിയ ആ പ്രശസ്തമായ ഫർമാനുകൾ. അല്ലേ? ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യയിൽ വ്യാപാരം നടത്താൻ വലിയ വ്യാപാര ആനുകൂല്യങ്ങൾ നൽകിക്കൊണ്ട് ഫറൂഖ് സിയാർ ഫർമാനുകൾ പുറപ്പെടുവിച്ചു. അന്നതൊരു ചെറിയ വ്യാപാര കരാർ മാത്രമായി തോന്നിയെങ്കിലും കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ നേട്ടമായിരുന്നു. പക്ഷേ ഈ ഫറൂഖ് സിയാറിന്റെ അവസാനവും വളരെ ദാരുണമായിരുന്നു എന്ന് മാത്രമല്ല, മുഗൾ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു സംഭവമായിരുന്നു അത്. ആ കിങ് മേക്കർമാർ തന്നെ അദ്ദേഹത്തെ തീർത്തു. അതെ, സയ്യദ് സഹോദരന്മാർ നേരെ പോയി മറാത്ത പേഷ്വയായ ബാലാജി വിശ്വനാഥിന്റെ സഹായം തേടി. അദ്ദേഹത്തിന്റെ സഹായത്തോടെ അവർ ഫറൂഖ് സിയറിനെ അന്ധനാക്കി കൊലപ്പെടുത്തി. ഇതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം എന്താന്ന് വെച്ചാൽ, ഒരു മുഗൾ ചക്രവർത്തിയെ സ്വന്തം പ്രഭുക്കന്മാർ കൊലപ്പെടുത്തുന്നത് ചരിത്രത്തിൽ ആദ്യമായാണ്. രാജാവിന് യാതൊരു വിലയുമില്ലാതായി. ഇതിന്റെ അനന്തരഫലം കൂടി നമ്മൾ കാണണം. ഈ സഹായത്തിനു പകരമായി സയ്യിദ് സഹോദരന്മാർ മറാത്തകൾക്ക് വലിയൊരു ഓഫർ നൽകി. ഡെക്കാനിൽ ചൗത്ത്, പിന്നെ സർദേശ് മുഖി എന്നീ നികുതികൾ പിരിക്കാനുള്ള അവകാശം അവർ മറാത്തകൾക്ക് നേടിക്കൊടുത്തു. സ്വന്തം സാമ്രാജ്യത്തിൽ നികുതി പിരിക്കാൻ മറാത്തകൾക്ക് തന്നെ അനുമതി നൽകുന്ന ഗതികേട്. ഇതിനുശേഷം 1719 നടന്നത് വെറും ഒരു മ്യൂസിക്കൽ ചെയർ കളിയായിരുന്നു. അതെ, ഏറ്റവും കുറഞ്ഞ കാലം ഭരിച്ച ഭരണാധികാരികൾ വരുന്നത് അപ്പോഴാണ്. റഫീഉദ് ദരജാത്ത് വെറും 3 മാസം മാത്രം ഭരിച്ചു. അത് കഴിഞ്ഞ് റഫീഉദ് ദൗള വരുന്നു. പുള്ളി ഷാജഹാൻ രണ്ടാമൻ എന്നൊക്കെ അറിയപ്പെട്ടിരുന്നെങ്കിലും കറുപ്പിനടിമയായൊരു ദുർബലനായിരുന്നു. സയ്യിദ് സഹോദരന്മാർ വെറുതെ സിംഹാസനത്തിലിരുത്തിയ പാവക. ഈ നാടകങ്ങൾക്ക് ശേഷമാണ് ശരിക്കും മുഹമ്മദ് ഷായുടെ വരവ്, അല്ലേ? അതെ, 1719 മുതൽ 1748 വരെ അദ്ദേഹം ഭരിച്ചു. അദ്ദേഹത്തിന്റെ ആഡംബര ജീവിതവും ലക്ഷറി ജീവിത ശൈലിയും കാരണം ചരിത്രത്തിൽ അദ്ദേഹം മുഹമ്മദ് ഷാ രംഗീല എന്നാണ് അറിയപ്പെടുന്നത്. രാജ്യം തകർന്നടിയുമ്പോൾ രാജാവ് സംഗീതവും നൃത്തവുമായി നടക്കുന്നു. പക്ഷേ ഈ രംഗീല ഒരു നല്ല കാര്യം ചെയ്തു. നിസാമുൽ മുൽക്കിന്റെ സഹായത്തോടെ അദ്ദേഹം ആ സയ്യിദ് സഹോദരന്മാരെ ഇല്ലാതാക്കി. അത് ചെയ്തു. അപ്പോൾ ഇതിനർത്ഥം എന്താണ്? സാമ്രാജ്യത്തിന് ചെറിയൊരു ജീവൻ വെക്കുമെന്നാണോ? അല്ല, ഇതിനർത്ഥം സാമ്രാജ്യം പൂർണ്ണമായും ശിഥിലമാകാൻ തുടങ്ങിയെന്നാണ്. കാരണം സയ്യിദ് സഹോദരന്മാരെ ഒഴിവാക്കിയെങ്കിലും മുഹമ്മദ് ഷാ തന്റെ ശൈലി മാറ്റിയില്ല. ഇത് കണ്ട് മടുത്ത നിസാമുൽ മുൽക്ക് എന്ത് ചെയ്തു എന്നറിയാമോ? അദ്ദേഹം ഡൽഹി വിട്ടുപോയി സ്വന്തമായി ഹൈദരാബാദ് എന്ന സ്വതന്ത്ര രാജ്യം സ്ഥാപിച്ചു, അല്ലേ? 1724 കൃത്യം. സാമ്രാജ്യത്തിലെ ഏറ്റവും കഴിവുള്ള മന്ത്രിമാരിൽ ഒരാളായിരുന്നു അദ്ദേഹം. അതോടെ ഡൽഹി അനാഥമായി. ഇതിനുശേഷം മുഗൾ സൈന്യത്തിന്റെ ദയനീയമായ ദൗർബല്യം തുറന്നുകാട്ടുന്ന മറ്റൊരു സംഭവമുണ്ടായി. ആ 1737 ബാജിറാവ് ഒന്നാമന്റെ ഡൽഹി ആക്രമണം. വെറും 500 കുതിരപ്പടയാളികളുമായി വന്ന് ഡൽഹി ആക്രമിച്ചു എന്ന് പറയുമ്പോൾ ശരിക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതെ, അതാണ് സത്യം. ലക്ഷക്കണക്കിന് പടയാളികളുണ്ടായിരുന്ന സൈന്യത്തിന്റെ ഗതികേട് നോക്കൂ. ഡൽഹിക്ക് സ്വയം സംരക്ഷിക്കാൻ പോലും കഴിവില്ലെന്ന് ലോകം മുഴുവൻ അറിഞ്ഞു. ഇതിന്റെ അനന്തരഫലമായിരുന്നു 1739 നാദിർ ഷായുടെ ആക്രമണം. ആ അപമാനകരമായ വിദേശാക്രമണം മുഗൾ സാമ്രാജ്യത്തിന്റെ നട്ടെല്ലൊടിച്ച സംഭവം. കർണാളി യുദ്ധത്തിൽ വെച്ച് മുഗൾ സൈന്യത്തെ അദ്ദേഹം പരാജയപ്പെടുത്തിയല്ലേ? അതെ, വളരെ നിഷ്പ്രയാസം. സാക്ഷാൽ മുഗൾ ചക്രവർത്തിയായ മുഹമ്മദ് ഷായെ അദ്ദേഹം തടവിലാക്കി. സിന്ധു നദിയുടെ പടിഞ്ഞാറുള്ള പ്രദേശങ്ങൾ പിടിച്ചെടുത്തു. എന്നിട്ട് നാദിർ ഷാ ഡൽഹി നഗരം മുഴുവൻ കൊള്ളയടിച്ചു. കോടിക്കണക്കിന് രൂപയുടെ സമ്പത്ത് അവർ കൊണ്ടുപോയി. മുഗൾ സാമ്രാജ്യത്തിനേറ്റ ഏറ്റവും വലിയ അപമാനമായി ഇതിനെ കാണാം. ഇതിനുശേഷം 1748 മുഹമ്മദ് ഷാ മരിച്ചതിനു ശേഷം വന്നവരൊക്കെ വെറും പാവ ഭരണാധികാരികൾ മാത്രമായിരുന്നു. അതെ, ഉദാഹരണത്തിന് അഹമ്മദ് ഷാ. അദ്ദേഹം തന്റെ ഭരണകാര്യങ്ങൾ മുഴുവൻ സ്വന്തം മാതാവായ ഉധം ഭായിക്കും ജാവദ് ഖാനും വിട്ടുകൊടുത്തു. ഈ മാതാവിന് കൊടുത്ത പദവിയാണെങ്കിലോ കിബ്ല ഇ ആലം. കൊട്ടാരത്തിനുള്ളിൽ അഴിമതി വല്ലാതെ വർദ്ധിച്ചു. തുടർന്നു വരുന്നത് ആലംഗീർ രണ്ടാമനാണ്. അദ്ദേഹത്തിന്റെ കാലത്താണ്, അതായത് 1757 അഹമ്മദ് ഷാ അബ്ദാലി ഡൽഹി പിടിക്കുന്നത്.
മുഗൾ ചക്രവർത്തിക്ക് അത് നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. അതെ. മാത്രമല്ല, ഇതേ വർഷം തന്നെ ഇന്ത്യയുടെ ചരിത്രം തിരുത്തിക്കുറിച്ച മറ്റൊരു വലിയ സംഭവം നടന്നു. ബംഗാളിൽ നടന്ന പ്ലാസി യുദ്ധം. ഇന്ത്യയിലെ ബ്രിട്ടീഷ് രാഷ്ട്രീയ അധികാരത്തിന്റെ യഥാർത്ഥ തുടക്കം അവിടെ നിന്നാണ്. ഒരു വശത്ത് വിദേശിയായ അബ്ദാലി ഡൽഹി പിടിക്കുന്നു. മറുവശത്ത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ രാഷ്ട്രീയ അധികാരം സ്ഥാപിക്കുന്നു. മുഗൾ ചക്രവർത്തി വെറുമൊരു കാഴ്ചക്കാരൻ. ഇതിനുശേഷമാണ് ഷാ ആലം രണ്ടാമൻ അധികാരത്തിൽ വരുന്നത്. 1759 മുതൽ 1806 വരെ. കുറച്ചുകൂടി വ്യക്തമാകും. ഇവിടെയാണ് പൂർണ്ണമായ അധികാരമാറ്റം സംഭവിക്കുന്നത്. 1761 നടന്ന മൂന്നാം പാനിപ്പത്ത് യുദ്ധം നമ്മൾ കണ്ടു. അതുകഴിഞ്ഞാൽ 1764 നിർണായകമായ ബക്സർ യുദ്ധം. ഈസ്റ്റ് ഇന്ത്യ കമ്പനി, മുഗൾ ചക്രവർത്തി, അവധ് നവാബ്, പിന്നെ ബംഗാൾ നവാബ് എന്നിവരുടെ സംയുക്ത സേനയെ ഒന്നിച്ചു തോൽപ്പിച്ചു. 3 വലിയ ഇന്ത്യൻ ഭരണാധികാരികൾ ഒന്നിച്ചു നിന്നിട്ടും ബ്രിട്ടീഷ് കമ്പനിയെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല. ഈ യുദ്ധത്തിന്റെ അനന്തരഫലമായിട്ടാണല്ലോ 1765 പ്രശസ്തമായ അലഹബാദ് ഉടമ്പടി ഒപ്പുവയ്ക്കുന്നത്. കൃത്യം. ഈ ഉടമ്പടിയിലൂടെ കമ്പനിക്ക് വലിയൊരു അവകാശം ലഭിച്ചു. ബംഗാൾ, ബീഹാർ, ഒറീസ എന്നിവിടങ്ങളിലെ റവന്യൂ പിരിക്കാനുള്ള അവകാശം, അഥവാ ദിവാണി അവകാശം കമ്പനിക്ക് ലഭിച്ചു. അതായത്, കേൾക്കുന്ന നിങ്ങളിതൊന്ന് ആലോചിച്ചു നോക്കൂ. രാജ്യത്തെ പണം മുഴുവൻ പോകുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പെട്ടിയിലേക്കാണ്. ഇന്ത്യയുടെ സാമ്പത്തിക നിയന്ത്രണം പൂർണ്ണമായും കമ്പനിയുടെ കൈകളിലായി. ചക്രവർത്തി വെറുമൊരു പെൻഷൻകാരനായി മാറി. ശരിയാണ്. ഇനി ഈ സാമ്രാജ്യത്തിന്റെ അവസാനത്തെ അധ്യായത്തിലേക്ക്, പൂർണ്ണമായ പതനത്തിലേക്ക് നമുക്ക് വരാം. 1806 മുതൽ 1858 വരെയുള്ള കാലഘട്ടം. ഷാ ആലം രണ്ടാമന് ശേഷം അക്ബർ രണ്ടാമൻ അധികാരത്തിൽ വന്നു. റാംമോഹൻ റോയ്ക്ക് രാജ എന്ന പദവി നൽകിയത് ഇദ്ദേഹമാണല്ലേ? അതെ, അദ്ദേഹം തന്നെ. എന്നാൽ അദ്ദേഹത്തിന്റെ കാലത്ത് 1835 നാണയങ്ങളിൽ നിന്ന് മുഗൾ ചക്രവർത്തിയുടെ പേര് ഒഴിവാക്കാൻ ബ്രിട്ടീഷുകാർ തീരുമാനിച്ചു. ഇതൊരു വലിയ പ്രതീകാത്മകമായ അന്ത്യമായിരുന്നു. നാണയങ്ങളിൽ നിന്ന് രാജാവിന്റെ പേര് മാറ്റുക എന്ന് പറഞ്ഞാൽ മുഗൾ പരമാധികാരത്തിന്റെ അന്ത്യമെന്ന് തന്നെയല്ലേ അർത്ഥം? അതെ. അതിനുശേഷമാണ് അവസാനത്തെ മുഗൾ ചക്രവർത്തിയായ ബഹദൂർ ഷാ സഫർ വരുന്നത്. 1837 മുതൽ 1857 വരെ അദ്ദേഹം പേരിനു മാത്രം ഭരിച്ചു. അദ്ദേഹത്തിന്റെ കാലത്താണ് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുന്നത്. അന്ന് കലാപകാരികൾ അദ്ദേഹത്തെ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചുവല്ലേ? നഷ്ടപ്പെട്ട പ്രതാപം തിരികെ കൊണ്ടുവരാനുള്ള അവസാനത്തെ ശ്രമം. പക്ഷേ ആ ശ്രമം പരാജയപ്പെട്ടു. ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ ബർമ്മയിലെ റങ്കൂണിലേക്ക് നാടുകടത്തി. അവിടെ വെച്ച് 1862 അദ്ദേഹം മരിച്ചു. തുടർന്ന് 1858 നവംബർ 1 വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരം വന്നു. അതോടെ മുഗൾ ഭരണം ഔദ്യോഗികമായി അവസാനിച്ചു. ഇന്ത്യയിൽ ബ്രിട്ടീഷ് രാജഭരണം അഥവാ ക്രൗൺ റൂൾ നേരിട്ട് ആരംഭിച്ചു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുയർത്തുന്നുണ്ട്. അതിശക്തമായ ഒരു കേന്ദ്രീകൃത അധികാരം ദുർബലമാവുമ്പോൾ എങ്ങനെയാണ് കീഴുദ്യോഗസ്ഥരും ബാഹ്യശക്തികളും പതുക്കെ ആ അധികാരം മുഴുവൻ കവർന്നെടുക്കുന്നതെന്ന് ഈ ചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സത്യം. നമ്മളിന്ന് കണ്ട കാര്യങ്ങളൊന്ന് ചുരുക്കി പറഞ്ഞാൽ, അധികാരത്തിന്റെ നെറുകയിൽ നിന്നും പെൻഷൻ വാങ്ങുന്ന പാവകളെയൊക്കെയുള്ള ഒരു ദയനീയമായ മാറ്റമാണ് നാം കണ്ടത്. 1765 സാമ്പത്തിക നിയന്ത്രണം ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഏറ്റെടുത്തതാണ് ഇതിലെ ഏറ്റവും നിർണായകമായ ആണി. തീർച്ചയായും. സാമ്പത്തിക നിയന്ത്രണം നഷ്ടപ്പെട്ടതാണ് യഥാർത്ഥ തകർച്ച. ഇനി ഈ ചർച്ച കേൾക്കുന്ന നിങ്ങളോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ചരിത്രം എപ്പോഴും ആവർത്തിക്കപ്പെടാം. ആധുനിക ലോകത്ത് വലിയ ബിസിനസ് സാമ്രാജ്യങ്ങളോ സർക്കാരുകളോ സമാനമായ രീതിയിൽ തകർച്ച നേരിടുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? കേന്ദ്ര നേതൃത്വം ദുർബലമാകുമ്പോൾ സാമ്പത്തിക നിയന്ത്രണം മറ്റാരെങ്കിലും ഏറ്റെടുക്കുന്ന ഇത്തരം സാഹചര്യങ്ങൾ ഇന്നത്തെ കാലത്ത് എങ്ങനെയായിരിക്കും പ്രതിഫലിക്കുക? ഈയൊരു ചിന്തയോടുകൂടി ഇതിനെക്കുറിച്ച് സ്വന്തമായി കൂടുതൽ അന്വേഷിക്കാൻ നിങ്ങൾക്കൊരവസരം നൽകിക്കൊണ്ട് നമ്മുടെ ഈ ആഴത്തിലുള്ള ചർച്ച നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും കാണാം.